ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് അക്കൗണ്ടൻസി ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിളായ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. അഥവാ നമുക്കറിയാം, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡിലായി, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുമായിട്ട് ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും കാണും. ആ സ്ഥാപനത്തിൽ നിന്ന് ആ ഫിനാൻഷ്യൽ ഇയറിലെ ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് റെസിപ്റ്റ്സും കാണും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള റവന്യൂ നാച്ചർ ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ ഏതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, ഏതൊക്കെയാണ് റവന്യൂ റെസിപ്റ്റ്സ്, അതുപോലെ ഏതൊക്കെയാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, ഏതൊക്കെയാണ് റവന്യൂ നാച്ചറിലുള്ള പേയ്മെൻറ്റ്സ് എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് കൃത്യമായി എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, എന്താണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്, എന്താണ് റവന്യൂ റെസിപ്റ്റ്, എന്താണ് റവന്യൂ പേയ്മെൻറ്റ് എന്ന കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാപിറ്റൽ നാച്ചറിലുള്ള പേയ്മെൻ്റ് ആണെങ്കിലും ക്യാപിറ്റൽ നാച്ചറിലുള്ള റെസിപ്റ്റ് ആണെങ്കിലും ഇത് ബാലൻസ് ഷീറ്റുമായി അസോസിയേറ്റ് ചെയ്തതാണ്. ബാക്കി റവന്യൂ നാച്ചറിലുള്ള റെസിപ്റ്റ് ആണെങ്കിലും റവന്യൂ നാച്ചറിലുള്ള പേയ്മെൻ്റ് ആണെങ്കിലും ഇത് പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഈ ക്യാപിറ്റൽ ഐറ്റംസ്, റവന്യൂ ഐറ്റംസ് എന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തിൽ ഒരുപാട് ക്യാഷ് റെസിപ്റ്റുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ക്യാഷ് പേയ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ക്യാഷ് റെസിപ്റ്റുകളാണെങ്കിലും ക്യാഷ് പേയ്മെൻറ്റുകളാണെങ്കിലും അത് രണ്ട് തരത്തിലാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടത്. അതായത് ഓഫ് ക്യാപിറ്റൽ നാച്ചർ ആൻഡ് ഓഫ് റവന്യൂ നാച്ചർ. റെസിപ്റ്റ് ആണെങ്കിലും പേയ്മെൻ്റ് ആണെങ്കിലും ക്യാപിറ്റൽ നാച്ചറിലോ റവന്യൂ നാച്ചറിലോ ആയിരിക്കും. ക്യാപിറ്റൽ നാച്ചർ ഐറ്റംസ് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റവന്യൂ നാച്ചർ ഐറ്റംസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ലബ്ബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും ക്യാപിറ്റൽ നാച്ചറാണോ റവന്യൂ നാച്ചറാണോ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ it is very easy to prepare income and expenditure account and balance sheet. അപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ നാച്ചർ റെസിപ്റ്റുകളുടെയും അതുപോലെ റവന്യൂ നാച്ചർ റെസിപ്റ്റുകളുടെയും ക്യാപിറ്റൽ നാച്ചർ പേയ്മെൻറ്റുകളുടെയും റവന്യൂ നാച്ചർ പേയ്മെൻറ്റുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ക്യാപിറ്റൽ റെസിപ്റ്റുകൾ നോൺ റിക്കറിങ് ഇൻ നാച്ചർ, അഥവാ സ്ഥിരമായി കൃത്യമായ ഇടവേളകളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസിപ്റ്റുകളല്ല. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ റെൻ്റ് റിസീവ്ഡ്. റെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കൃത്യമായ ഇടവേളകളിൽ മന്ത്ലിയോ ഇയർലിയോ ബൈമന്തായിട്ടോ ഒക്കെ നമുക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സോൾഡ് ഔട്ട് അവർ ബിൽഡിംഗ്, അല്ലെങ്കിൽ നമ്മളുടെ ബിൽഡിംഗ് വിറ്റു. ഇത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല. വല്ലപ്പോഴും ലൈഫിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഒക്കെ മാത്രമാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അത്തരത്തിലുള്ള അസറ്റുകളുടെ വിൽപ്പന നടത്തുക. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഇനി മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടായെങ്കിൽ, ക്യാപിറ്റൽ നാച്ചറിലുള്ള ക്യാഷ് റെസിപ്റ്റ് ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും പുതുതായിട്ട്. ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റ്
amounts are comparatively larger amount. ഒരു റവന്യൂ റെസിപ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ എമൗണ്ടുകൾ എല്ലായ്പ്പോഴും ലാർജർ എമൗണ്ട് ആയിരിക്കും. ദെൻ മറ്റൊരു കാര്യം, നോട്ട് എൻറ്റേർഡ് ഇൻ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റുകളൊന്നും തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നില്ല. ദെൻ പകരം എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ബാലൻസ് ഷീറ്റ്. അതിൻ്റെ ലയബിലിറ്റി സൈഡിലോ അല്ലെങ്കിൽ അസറ്റ് സൈഡിലോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. ദെൻ വാട്ട് ആർ റവന്യൂ റെസിപ്റ്റ്സ്? റവന്യൂ റെസിപ്റ്റ്സിൻ്റെ പ്രത്യേകത, ദീസ് ആർ റിക്കറിങ് ഇൻ നേച്ചർ. സ്ഥിരമായിട്ട് കൃത്യമായ ഇടവേളകളിൽ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ എല്ലാ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഉണ്ടായിരിക്കുമെന്ന നിർബന്ധമായും ഉണ്ടാവുന്ന ഒരു റവന്യൂ റെസിപ്റ്റാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. ദെൻ കമ്പാരിറ്റീവ്ലി സ്മോളർ എമൗണ്ട്. In comparing to capital receipt, revenue cash receipts are comparatively smaller amount. Then revenue receipts are credited to income and expenditure account. Then what are capital payments? Capital payments നമ്മൾ കഴിഞ്ഞ ഒന്നാം വർഷ അക്കൗണ്ടിങ്ങിലെ പഠിച്ചതാണ്, അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ക്യാപിറ്റൽ നാച്ചുറലുള്ള പേയ്മെൻറ്റുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളായിരിക്കും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറയുകയാണെങ്കിൽ, ദീസ് ആർ നോൺ റിക്കറിങ് ഇൻ നേച്ചർ. സ്ഥിരമായിട്ടുള്ളതല്ല, വല്ലപ്പോഴുമൊക്കെ നമ്മളൊരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു ഫോർ എക്സാമ്പിൾ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായി, അത് ക്യാപിറ്റൽ നാച്ചുറലുള്ള പേയ്മെൻ്റ് ആണ്. ദെൻ ബെനിഫിറ്റ്സ് ഫ്രം ദിസ് പേയ്മെൻറ്റ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ഫോർ മോർ ദാൻ 1 year. നമ്മളൊരു ബിൽഡിംഗ് വാങ്ങിയാൽ ആ ബിൽഡിംഗ് നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം ഒരുപാട് വർഷങ്ങൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട നമുക്കുള്ള ബെനിഫിറ്റ് മോർ ദാൻ 1 year ഉണ്ടായിരിക്കും. ദെൻ ദിസ് പേയ്മെൻറ്റ്സ് ജനറലി ഫോർ പർച്ചേസ് ഓഫ് അസറ്റ്സ്. അസറ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന പേയ്മെൻറ്റുകളായിരിക്കും മിക്കവാറും ക്യാപിറ്റൽ പേയ്മെൻറ്റുകൾ. ഒക്കേഷണലി, എപ്പോഴും ഉണ്ടാവുന്നതല്ല, വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന പേയ്മെൻറ്റുകളാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റുകൾ. ദീസ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആർ അഡ്ജസ്റ്റഡ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദെൻ വാട്ട് ആർ റവന്യൂ പേയ്മെൻറ്റ്സ്? ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച റവന്യൂ എക്സ്പെൻഡിച്ചറുമായി നമുക്കിതിനെ കണക്ട് ചെയ്യാം. ഇത്തരം പേയ്മെൻറ്റുകൾ റിക്കറിങ് ഇൻ നേച്ചർ ആയിരിക്കും. സ്ഥിരമായി ഇടവേളകളിൽ കൃത്യമായിട്ട് നമ്മളിത് ഈ പേയ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ റെൻറ്റ്, വേജസ്, സാലറി, കമ്മീഷൻ പെയ്ഡ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എറ്റ്സെട്ര. ഇതുപോലെയുള്ള പേയ്മെൻറ്റുകളെല്ലാം റിക്കറിങ് ഇൻ നേച്ചറാണ്. ദെൻ പേയ്മെൻറ്റ്സ് ഫോർ ഡേ ടു ഡേ എക്സ്പെൻസസ് അഥവാ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ക്ലബിൻ്റെ നിത്യച്ചെലവുകൾ ആണ് റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒക്കെ റൂട്ടീൻലി, സ്ഥിരമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കും, ഈ പേയ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദെൻ ദീസ് റവന്യൂ പേയ്മെൻറ്റ്സ് ആർ ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ നമുക്ക് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ക്യാപിറ്റൽ റെസിപ്റ്റുകളും റവന്യൂ റെസിപ്റ്റുകളും ക്യാപിറ്റൽ പേയ്മെൻറ്റുകളും റവന്യൂ പേയ്മെൻറ്റുകളും ഒന്ന് പൊതുവായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ വരുന്ന ഐറ്റംസ് ആണ്. ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്ന ഐറ്റംസ് സ്പെസിഫിക് ഡൊണേഷൻസ്. ഒന്ന്, പ്രത്യേക പർപ്പസിന് വേണ്ടിയുള്ള സംഭാവനകൾ കിട്ടുന്നുണ്ടെങ്കിൽ, അഥവാ ഒരു ലൈബ്രറി കെട്ടിടം പണിയാൻ വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിനുള്ള സംഭാവനകളാണ്, ഡൊണേഷനാണ്. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ദെൻ ലീഗസി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലീഗസി മീൻസ് an amount received from a deceased person as per his will. ഒരു വിൽപ്പത്രം വഴി, ഒരു മരണപ്പെട്ടു പോയ ആളുടെ വിൽപ്പത്രം വഴി ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന എമൗണ്ട് ആണ് ലീഗസി. ഇറ്റ്സ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ദെൻ ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ് ഫോർ സ്പെസിഫിക് പർപ്പസ്. നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിനുള്ള ഗ്രാൻഡാണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്.
അതുപോലെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. എൻഡോമെൻറ്റ് ഫണ്ട് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. സെയിൽ ഓഫ് അസറ്റ്സ്, ഓൾഡ് അസറ്റ്സ്, അതുപോലെ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്, ഇത്തരം ഐറ്റംസ് ഒക്കെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ റെസിപ്റ്റായി നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇത്തരം സാധാരണഗതിയിൽ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് ഈ ഐറ്റംസ് കാണുക. അതിൽ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അസറ്റ് സൈഡിൽ അസറ്റിന് കുറവ് വരും, അതിന് പകരം അവിടെ ക്യാഷ് കൂടുതലായി വരും. ദെൻ വാട്ട് ആർ റവന്യൂ റെസീപ്റ്റ്സ്? ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റവന്യൂ റെസീപ്റ്റ്സ് അഥവാ ഇൻകംസ് ഒന്ന് സബ്സ്ക്രിപ്ഷൻസ്, ജനറൽ ഡൊണേഷൻ, ജനറൽ ഗ്രാൻഡ്, എൻട്രൻസ് ഫീ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, പീരിയോഡിക്കൽസ് എറ്റ്സെട്ര, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ലോക്കർ റെൻറ്റ്. ദെൻ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, ക്യാപിറ്റൽ നാച്ചുറലുള്ള പേയ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ് പർച്ചേസ് ഓഫ് അസറ്റ്. അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തും, ഇറ്റ്സ് എ ക്യാപിറ്റൽ പേയ്മെൻറ്റ്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നല്ല ബോണ്ടുകളോ സെക്യൂരിറ്റീസോ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ പേയ്മെൻറ്റ്. ദെൻ പർച്ചേസ് ഓഫ് ലൈബ്രറി ബുക്സ്, ലൈബ്രറി ബുക്സ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അസറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു അസറ്റ് വാങ്ങുമ്പോൾ പേയ്മെൻറ്റ് നമുക്ക് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. ദെൻ പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എറ്റ്സെട്ര. ദെൻ റവന്യൂ പേയ്മെൻറ്റ്സ്, നമ്മൾ സാധാരണ നടത്തുന്ന റവന്യൂ പേയ്മെൻറ്റ്സ്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റവന്യൂ പേയ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ് റെൻറ്റ്, വേജസ്, സാലറീസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, സ്റ്റേഷനറീസ്, പോസ്റ്റേജ്, സൺട്രി എക്സ്പെൻസസ്, ഹോണറേറിയം എറ്റ്സെട്ര. ദീസ് ആർ ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, റവന്യൂ പേയ്മെൻറ്റ്സ്, ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്ന, അതുപോലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. റവന്യൂ റെസീപ്റ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റവന്യൂ പേയ്മെൻറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്യാപിറ്റൽ നാച്ചർ ഐറ്റംസ് എല്ലാം ബാലൻസ് ഷീറ്റിലോട്ട് പോവും, റവന്യൂ നാച്ചർ ഐറ്റംസ് എല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു.